നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴായിരിക്കും അതിശയിപ്പിക്കുന്ന പല കാര്യങ്ങളും നടക്കുക. ക്യാമറയിൽ പകർത്തുന്നത് കൊണ്ട് തന്നെ കളിക്കിടയിലെ അത്തരം നിമിഷങ്ങൾ നമുക്ക് വീണ്ടും കാണാനും കാണാത്തവർക്ക് കാണിച്ചു കൊടുക്കാനും സാധിക്കുന്നു. അത്തരത്തിൽ കളിക്കിടയിൽ നടന്ന ചില അതിശയിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഇന്ന് നാം കാണാൻ പോകുന്നത്. അപ്പോൾ ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നല്ല ഡെഡിക്കേഷനോട് കൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ച് ഹാർഡ് വർക്ക് കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് വിജയം കൈവരിക്കാം. അത്തരത്തിൽ ഗോൾ അടിക്കണമെന്ന ലക്ഷ്യത്തോടെ വന്ന ഈ കളിക്കാരന് മുമ്പിലുള്ള തടസ്സമൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. ബോൾ തടുക്കാൻ ഓടി വന്ന ഗോളിക്ക് മുകളിലൂടെ ഫ്ലിപ്പ് ചെയ്ത് ഇദ്ദേഹം ഒരു മനോഹരമായ ഗോൾ സ്വന്തമാക്കി. കാണികളെയും കളിക്കാരെയും ഒരുപോലെ അതിശയിപ്പിച്ച ഒരു ഗോളായിരുന്നു അത്. അധിക കളിക്കാരും അവരുടെ മെയിൻ ഇനത്തിലായിരിക്കും എക്സ്പേർട്ടുകൾ. എന്നാൽ വ്യത്യസ്തമായ രണ്ട് സ്പോർട്ടുകൾ ഒന്നിച്ച് ചെയ്താൽ എങ്ങനെയുണ്ടാകുമെന്ന് കാണാം. ഒരു റേസ് കാർ ഡ്രൈവറും ലോകത്തിലെ മികച്ച ബൗളറെയും ഒന്നിപ്പിച്ച ഒരു ഇവൻ്റായിരുന്നു ഇത്. ലോകത്തിലെ ഏറ്റവും വേഗത്തിലുള്ള സ്ട്രൈക്ക് നേടുക എന്നതായിരുന്നു ഇങ്ങനെ ഒരു പ്രയത്നത്തിനു പിന്നിൽ. 140 മൈൽസ് പെർ അവർ സഞ്ചരിക്കുന്ന കാറിനുള്ളിൽ ഇരുന്നു കൊണ്ട് ബോൾ ചെയ്യാനായിരുന്നു തീരുമാനം. ഇത്രയും സ്പീഡിൽ സഞ്ചരിക്കുന്ന വാഹനത്തിലിരുന്ന് ഇത് ചെയ്യുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ എല്ലാവരെയും ത്രസിപ്പിക്കുന്ന ഒരു മികച്ച സ്ട്രൈക്ക് തന്നെ നേടി ഇദ്ദേഹം ആ റെക്കോർഡ് സ്വന്തമാക്കി. എല്ലാ കായിക ഇനങ്ങളിലും ഗോട്ട് എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുള്ള ഒരാളെങ്കിലും ഉണ്ടാകും. അത്തരത്തിൽ ബാസ്കറ്റ്ബോൾ കളിയിലെ ഏറ്റവും മികച്ചൊരു കളിക്കാരനാണ് ലെബ്രോൺ ജെയിംസ്. ഇദ്ദേഹത്തിന്റെ സ്കില്ലും പെർഫെക്ഷനും മറ്റുള്ളവരെക്കാൾ വളരെ മുന്നിലാണ്. ഇത് തെളിയിക്കുന്ന ഒരു മികച്ച വീഡിയോ ആണ് ഈ കാണുന്നത്. മുന്നിൽ ഇത്രയും പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ആ ബോൾ തന്റെ സഹകളിക്കാരന്റെ കാലിനിടയിലൂടെ എറിഞ്ഞ് ആ പ്രതിരോധത്തെ തകർത്തു. മാത്രമല്ല അതിനുശേഷം ആ ബോൾ ബാസ്ക്കറ്റിൽ എത്തിച്ച് പോയിന്റ് നേടുകയും ചെയ്തു. ടെന്നീസ് കളിക്കുമ്പോൾ ഡബിൾസ് അല്ല എങ്കിൽ കളിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം നമുക്ക് തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ പ്രയത്നവും അത്രയും പ്രാധാന്യമുള്ളതാണ്. എന്നാൽ ഇവിടെ കളിക്കാരൻ തന്റെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് ബുദ്ധിമുട്ട് നിറഞ്ഞ ഈ ഷോട്ട് തിരിച്ചടിക്കുന്നു. അതുമാത്രമല്ല അതിലൂടെ പോയിന്റ് നേടിയെടുക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. കളിയിൽ നമ്മൾ എത്ര കേമന്മാരായാലും എപ്പോഴും എതിർ ടീമിലെ ഒരു മികച്ച പ്ലെയർ നമുക്ക് ഭീഷണിയാകാറുണ്ട്. അതിനെ തരണം ചെയ്യാൻ നമ്മൾ കൂടുതൽ സ്മാർട്ടായി കളിക്കേണ്ടി വരും. അങ്ങനെ ഇവിടെ ഒരു ബേസ്ബോൾ മത്സരത്തിൽ തന്റെ സ്കോർ നേടിയെടുക്കാനായി എതിർ കളിക്കാരന്റെ മുകളിലൂടെ ചാടി ലക്ഷ്യത്തിലെത്തുകയാണ് ഈ കളിക്കാരൻ. ഇത്തരം നിമിഷങ്ങൾ എപ്പോഴും കളി ഇൻട്രസ്റ്റിംഗും കൂടുതൽ ആസ്വാദികരവുമാക്കുന്നു. ചില കളികളിൽ ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാവുകയും എന്നാൽ ഭാഗ്യം വിധിമാറ്റി എഴുതുകയും ചെയ്യുന്ന സംഭവങ്ങൾ നടക്കാറുണ്ട്. അത്തരത്തിൽ ഇവിടെ ഈ ഗോളിയുടെ കിക്ക് തടുത്ത് ഗോൾ അടിക്കാൻ ശ്രമിച്ചതാണ് ഈ കളിക്കാരൻ. തീർച്ചയായും ഗോളാവേണ്ട ഈ ഷോട്ട് പക്ഷേ അതുവഴി ഓടി വന്ന ഒരു നായയുടെ മേൽ തട്ടി പോസ്റ്റിന് പുറത്തേക്ക് പോവുകയാണ്. ഇതുകൊണ്ട് തന്നെയാണ് കളിയിലെ ജയപരാജയത്തിൽ എപ്പോഴും ഭാഗ്യവും നിർഭാഗ്യവും ഒരു ഭാഗമാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ടതിൽ ഏത് വീഡിയോ ആണ് കൂടുതൽ അതിശയം തോന്നിയതെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. കൂടുതൽ വിനോദവും വിജ്ഞാനപരവുമായ വീഡിയോകൾക്കായി ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്